കാലത്തിന്റെ പോക്കെ. എഴുതിയിട്ടുണ്ടാവില്ല. മേരിക്കുട്ടി, എടി മേരിക്കുട്ടി. അമ്മച്ചി എന്താണ് ഈ പറയുന്നത്? രാവിലെ 4 മണിക്ക് എണീറ്റ് തുടങ്ങിയതാണ്. കാപ്പിയും പലഹാരവും, ഉച്ചയ്ക്ക് ഊണിനുള്ള കറികളും, തുണിയലക്ക്, ക്ലീനിങ്, പാത്രം കഴുകൽ എന്ന് വേണ്ട എന്തെല്ലാം പണികൾ. അമ്മച്ചിക്ക് അങ്ങോട്ട് വന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കാപ്പി ഒന്ന് എടുത്തു കുടിച്ചുകൂടെ? അല്ലല്ല, ഇപ്പോൾ കുറ്റം എന്റേതായി. എനിക്ക് ഒന്നും വേണ്ടായേ. നിന്റെ മോൾ സീറ്റ് എണീറ്റില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ? പള്ളിയിൽ പോകണ്ടേ? വിശുദ്ധ കുർബാനയ്ക്ക് സൺഡേ സ്കൂളിനും പോകണ്ടേ? അമ്മച്ചി അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. അവൾക്ക് ഇന്ന് എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. പള്ളിയിൽ നിന്നും വന്നിട്ട് കോച്ചിങ്ങിനും പോകട്ടെ. എനിക്ക് പിടിപ്പത് ജോലിയുള്ളതിനാൽ പള്ളിയിൽ പോകാൻ സമയമില്ല. ഓ, അവർക്ക് പള്ളിയിൽ പോകാൻ സമയമില്ല. പിന്നെ മോൾ എങ്ങനെ നന്നാവും? കുടുംബ പ്രാർത്ഥനയ്ക്കും ബൈബിള് പഠിപ്പിക്കാനോ സമയമില്ല. മമ്മി, കാപ്പി. കാലൊന്ന് താത്തു വെക്കടി കുഞ്ഞെ. ഒരു താഴ്മയും വിനിയും ഒക്കെ വേണ്ടേ? കാപ്പി നിനക്ക് അങ്ങോട്ട് ചെന്നൊന്ന് കുടിച്ചുകൂടെ? ഈ കുത്തലും മാന്തലും ഒക്കെ നിർത്തിയിട്ട് ആ മൊബൈൽ ഒന്ന് മാറ്റി വെക്കാൻ. മമ്മി ഉണ്ടല്ലോ, കൊണ്ടുവരട്ടെ. ഇവിടെ മറ്റാർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല. ശീലങ്ങൾ ഓരോന്ന്. ഞാൻ കുറച്ചധികം സ്വാതന്ത്ര്യം നിനക്ക് തരുന്നുണ്ട്. മോളെ, നീ അത് മിസ്യൂസ് ചെയ്യല്ലേ. എളുപ്പം പള്ളിയിൽ പോ. മമ്മി, എന്റെ കൂട്ടുകാരോടൊപ്പം പള്ളിയിൽ നിന്നും ഞാൻ കോച്ചിങ് ക്ലാസ്സിന് പോകും. ഹലോ. ഓക്കെ, ഞാനിതാ എത്തി. ഇതാ വരുന്നു. മമ്മി, ഞാൻ പോകുന്നു. കാപ്പിയൊന്നും വേണ്ട. കാലത്തിന്റെ പോക്കെ. നേരം വെളുക്കുന്നതിന് മുമ്പ് കൂട്ടുകാരെത്തുന്നു. അവരോടൊപ്പം കാപ്പി പോലും കുടിക്കാതെ ഓടുന്നു. അമ്മച്ചി, എന്തുകൊണ്ട് വിശേഷം? ഓ, എന്റെ മോളോ. എടി, നീ എന്താടി എന്നെ കാണാൻ വരാത്തത്? എത്ര ദിവസമായി നീ ഒന്ന് വന്നിട്ട്? അമ്മച്ചി, ഒരു വീടിന്റെ ഉത്തരവാദിത്വം മറന്ന് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അച്ഛാവിന്റെ പപ്പായും അമ്മയും 1 മാസമായി വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് ചില മെഡിക്കൽ ചെക്കപ്പും മറ്റും നടത്തി കാര്യമായി നോക്കി. നീ എന്തിനാ പെണ്ണി അവരെ വീട്ടിൽ വന്ന് നിൽക്കാൻ സമ്മതിച്ചത്? ആ പ്രായം ചെന്നവരെ നോക്കുന്നത് നിനക്ക് ഇത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന് അറിയില്ലേ? പൊട്ടിപ്പെണ്ണ. അമ്മച്ചി എന്തായി പറയുന്നത്? അച്ഛാവിന്റെ മാതാപിതാക്കൾ എന്റെ കാണപ്പെട്ട ദൈവമാണ്. ഞാൻ അവരെ ദൈവത്തിന് പ്രസാദം തോന്നും വിധം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. അമ്മച്ചിയുടെ മകന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്? നാത്തൂന് അമ്മച്ചിക്ക് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അമ്മച്ചിക്ക് എന്ത് തോന്നും? അവൾ എന്നോട് കളിച്ച വിവരം അറിയും. ഇവിടെ കുടുംബകലഹം ഉണ്ടാക്കാൻ വന്നേക്കുവാ നീയെ? അല്ലേ അല്ല. അമ്മച്ചി പ്രാർത്ഥിക്കുകയും ചെയ്യും, പള്ളിയിലും പോകും. എന്നിട്ടും ഈ അമ്മച്ചിയിൽ ഒരു മാറ്റവും ഞാൻ കാണുന്നില്ല. നാത്തൂന് എന്തേ അമ്മച്ചി? അമ്മച്ചി സുഖമാണോ? ഓ, എന്തോ സുഖവാ. രാവിലെ മോടെ കൂട്ടുകാർ വന്നു. അവരോടൊപ്പം കാപ്പി പോലും കുടിക്കാതെ കൊച്ചു ഒറ്റ. ഇനി അമ്മയുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഞാൻ വിളിച്ചു വിടാം. ക്രിസ്റ്റി, നീ ആയിരുന്നോ? അമ്മച്ചി വലിയ ദേഷ്യത്തിലാണല്ലോ. ഓ, അമ്മച്ചി അങ്ങനെയാ, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. നീ അതൊന്നും കാര്യമാക്കണ്ട. മേരി, നിന്നെ 2-3 ആഴ്ചയായി പള്ളിയിൽ കാണുന്നില്ല. ഞായറാഴ്ച ഒരു ദിവസം ജോലിയെല്ലാം ചെയ്തു തീർക്കണ്ടേ? പള്ളിയിൽ പോക്ക് വേണ്ടെന്ന് വെക്കും. അത് പിന്നെ ഇപ്പൊ ഒരു ശീലമായി പോകുന്നു. മേരി, സ്വീറ്റിയിൽ 2-3 ആഴ്ചയായി പള്ളിയിലും സൺഡേ സ്കൂളിലും എത്തുന്നില്ലെന്ന് നമ്മുടെ പേപ്പ് തരകനച്ഛൻ പറഞ്ഞു. നമ്മൾ കൂട്ടുകാരായതുകൊണ്ട് വീട്ടിൽ ചെന്നൊന്ന് തിരക്കാനും പറഞ്ഞു. ഞാനും തന്നെ കേൾക്കുന്നത്. എന്റെ മോൾ പള്ളിയിൽ വരുന്നില്ലെന്നോ? അവൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിലും എൻട്രൻസ് കോച്ചിങ്ങിനും എന്ന് പറഞ്ഞ്